കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാം തിരുവചനം വ്യക്തമാക്കുന്നു: നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. നമ്മുടെ കഷ്ടതയിൽ നമ്മെ തള്ളിക്കളയാത്ത, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം, കർത്താവായ യേശു ക്രിസ്തു. ആ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ കിട്ടിയ അവസരത്തെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കാം. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയിൽ വെളിപ്പെടുന്ന ഒരു ദൈവിക മഹത്വമുണ്ട്. 4 ദിവസമായി മരിച്ചുപോയ ലാസറിന്റെ കല്ലറയ്ക്ക് സമീപം യേശു പോകുമ്പോൾ മാർത്തായോട് യേശു പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും. സ്നേഹമുള്ളവരെ, ഈ പറഞ്ഞതിന്റെ അർത്ഥം മരിച്ചുപോയ ലാസർ ജീവനിലേക്ക് തിരികെ വരും, അങ്ങനെ ദൈവമഹത്വം നീ കാണും എന്നാണ്. യേശുവിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ്, വിശ്വാസത്തിൽ നിന്നും വെളിപ്പെടുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ലാസർ ജീവനിലേക്ക് കടന്നു വന്നത്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, യേശു കടന്നു പോകുമ്പോൾ ജന്മനാ അന്ധനായ ഒരുവനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ വിശ്വാസത്തോടെ ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി, കഷ്ടതകൾക്ക് മറുപടി ദൈവത്തിൽ നിന്നും കടന്നു വരും. അങ്ങനെ ദൈവനാമം മഹത്വപ്പെടും. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവസന്നിധിയിൽ ഉത്തരമുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാം. ഇന്ന് കർത്താവായ യേശുവിനെ ആരാധിച്ചാൽ നമുക്ക് വിടുതലുണ്ട്. നമ്മുടെ കർത്താവിൽ ആശ്രയിച്ചാൽ അവിടുന്ന് ഇന്നും എന്നും നമ്മെ കരുതും. നാം വിളിക്കുമ്പോൾ വിളിപ്പുറത്തെത്തുന്ന ഒരു ദൈവമാണ് അവിടുന്ന്, നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം. നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ പാപങ്ങളെ കുറിച്ച് അനുദപിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നാം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് അവിടുന്ന് പാപമോചനം നൽകാം. പ്രിയ സഹോദരങ്ങളെ, മനസ്സ് തകർന്ന് അവിടുത്തെ സന്നിധിയിൽ സമീപിക്കുന്ന മക്കളെ അവിടുന്ന് ഒരിക്കലും കൈവിടുകയില്ല.
നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ കടന്നു ചെല്ലാം. ആമേൻ. നമ്മുടെ ജീവിതത്തിലെ കൈപ്പേറിയ നിമിഷങ്ങളെ മധുരമാക്കി തീർക്കുന്ന ഒരു ദൈവം. അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയും. അവിടുത്തെ വാഗ്ദാനം നമ്മൾ നിറവേറുവാനായി നമുക്ക് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാം. ജയം നൽകുന്ന യോദ്ധാവ് കർത്താവായ യേശു ക്രിസ്തു. അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ദൈവമായ കർത്താവിന്റെ നാമമഹത്വത്തെ പ്രതി നിങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവ് ശ്രവിക്കുകയും ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.